പലപ്പോഴും ഈ സമുദായത്തിൽ വന്ന് പിന്നൊരു ദുരന്ത കൊന്തുണ്ട ബാലക്കാരാ ഈമാനുള്ള ബാപ്പമാര് ഒരു പെണ്ണുക്ക് പോണാറ് ഒരു ശാമ്പത്തുകോ ഒരു പെണ്ണ് ഹൈസ്കൂളുക്ക് പോകുമ്പത്തുകോ ആ പെണ്ണുടെ നിക്കാഹയുടെ ബഗ്ഗ കിണാവ് കാണ്ട ബാപ്പ ആ പെണ്ണുക്ക് മങ്ങിലാക്കൊണല്ലേ ചുള്ള ജവാബ്ദാരി തലയിൽ വെച്ചിട്ട് അധ്വാനിക്കര ബാപ്പ നിങ്ങളെ ആണമക്കളുടെ 25 26 30 വർഷമായിട്ട് പോലും അങ്ങനെ നിക്കാഹയുടെ ബഗ്ഗ നിങ്ങൾ ചിന്തനാക്കില്ല ഇതുകൊണ്ട് പല ബാലകാരന്മാരും വ്യതിചലനം ഉണ്ടാവണു കാരണമായിട് ഇതുകൊണ്ട് പല ബാലകാരന്മാരും ഹറാമുടെ പിറകെ പോണു കാരണമായിട് ഇതുകൊണ്ട് പല ബാലകാരന്മാര് വ്യഭിചാരത്തെ കഥ തട്ടണു കാരണമായിട് ആ ബാലകാരന്മാര് നാല് അല്ലാഹുടെ മഹ്ശറത്തിലൂടെ പടച്ചോട് പ്രായപൂർത്തിയായിട്ടൊരു പെണ്ണുടെ ആവശ്യകത നിന്റെ ജീവിതത്തിൽ പറമ്പത്തോകൂ അതൊക്കെ തടയായത് നിന്റെ ബാപ്പയാ സൃഷ്ടിച്ച് പരിപാലിക്കടെ അല്ലാഹു ഈ ലോകത്തുള്ള എല്ലാത്തെയും പരിപാലിക്കടെ അല്ലാഹു ചൊല്ല വിശ്വാസ ഖാലിക്കും റാസിഖും അല്ലാഹു ചൊല്ലുമ്പത്തുകു പിന്നെ എങ്ങനെ നിന്റെ പെണ്ണുമക്കളെ നാല് ബാൽപാട്ടുമ്പത്ത് കഷ്ടായി പോയിരു ചൊന്നിട്ട് മോന്റെ ആൺമോന്റെ മങ്ങിലാവണക്ക് ബുടാണ്ട് തടഞ്ഞു വെച്ച് യഖീനെങ്കിൽ ഈമാനെങ്കിൽ അങ്ങനെ ഒരു ഉമ്മ ഒരു ബാപ്പ ആക്കാലല്ലേ മങ്ങിലാവടെ വയസ്സാകുമ്പത്തുക ആണും പെണ്ണും ഒരുപോലെ നിങ്ങളെ പെണ്ണുകൊരു പൊതുപറമ്പത്ത് വയസ്സെത്തര 18 വർഷത്തെ പെണ്ണ് വയസ്സ് ചെറുക്ക 26 അത് തെല്ല യാറായില്ലേ ബാബ ഒരു 25 23 കിട്ടാലേട്ട് കേക്കടെ ബാപ്പമാർ നിങ്ങളെ ഉത്തരവില്ലാണെങ്കിൽ അതിനെ കാണാൻ ഒരു 8 വർഷം യാറായിരം ചൊല്ലുമ്പത്തു നിങ്ങൾ വേറെ വന്നില്ലേ അതെങ്കിലും ഓർക്കണ്ട അന്ത നാളെ നന്റെ മോണുകും പൊതുപറമ്പത്തുക അങ്ങനെ പെണ്ണിന്റെ വാട്ടി ഇങ്ങനെ ചൊല്ലു 33 വർഷം ആയിരൂല ബാബ ചെറുക്ക അത് വേണ്ട ഇന്നും തെല്ല എളുത്ത് ചെറുക്ക കിട്ടാലേ നോക്കുക ചോരമ പലപ്പോഴും ഈ സമുദായത്തിൽ ഒരുപാട് ബാലകാരന്മാർ ഈ വിഷയത്തിൽ നൊമ്പലമുണ്ട് പക്ഷെ ചൊല്ലുണതാവില്ല ഒരു റായത്തെ വെളിച്ചായിട്ട് കിടാറ് വയസ്സന്മാർ ഒരു റായത്തെ ഒരു സമുദായത്തെ വെളിച്ചായിട്ട് കിടാറ് വയസ്സൊരാളുമാർ ആ വയസ്സായ ആളുമാർ ഒരു സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ സമുദായത്തിൽ അല്ലാഹു അദാബിടെ ഇറക്കില്ല എന്നാണ് മഹാന്മാർ ചൊല്ലി വയസ്സായ ശരീരത്തെ റോമങ്ങൾ ബെൽത്തകനിക്കെത്തി പ്രായമുള്ള ആളുമാറും ഈ ദുനിയാവിൽ ഇന്നിട്ടില്ലെങ്കിൽ അല്ലാഹു അദാബിടെ ഇറക്കിറാത്ത ഇനിയും സുബ്ഹി സ്വലാത്തു ഖൈറും മിനന്നൗം നല്ല സുഖമായി സന്തോളത്തിൽ കിടന്നിട്ട് ഉറങ്ങിക്കാൻ വറക്കിടക്കാൻ ഖൈറ് അള്ളാഹുടെ പള്ളിയിലെ ഭവനത്തിൽ വന്നിട്ടുള്ള നിസ്കാരാണ്ട് സുബഹി ബാങ്ക് വിളിക്കുമ്പോത്തുകോ ആ ബാങ്ക് ജവാബ് കൊടുക്കണക്ക് വേണ്ടിയിട്ട് ആ റായത്തിലുള്ള ഒരുപാട് താടി ബെൽത്തെ ആളുമാറ് ഒരുപാട് തലരെ മുടി ബെൽത്തെ ആളുമാറ് ഒരുപാട് വയസ്സായ ആളുമാറ് ആ പള്ളി കൂടി പോയിട്ട് ഇമാമുടെ പിറകെ ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ മഹാന്മാരായ ഔലിയാക്കന്മാർ ചൊല്ലോടെ അങ്ങനത്തെ വയസ്സന്മാർ ഒരു സമുദായത്തിലുള്ളത് കൊണ്ട് അങ്ങനത്തെ വയസ്സന്മാർ അല്ലാഹുവിനെ പേടിക്കുന്ന വയസ്സന്മാർ തഹജ്ജുദ് നിസ്കാരം കൈവിടാത്ത വയസ്സന്മാർ ഒരു റായത്തിലുള്ളത് കൊണ്ട് അല്ലാഹു അദാബിടെ ഇറക്കില്ല ബാലക്കാരാ ഈമാനുള്ള പെണ്ണുങ്ങളെ എത്ര വിഷയത്തിൽ അല്ലാഹു പെണ്ണുങ്ങൾക്ക് റിയായത്തിന് കൊടുക്കുന്നുണ്ട് അതാ ജമാഅത്തുക്ക് ബാങ്ക് കൊടുത്തിട്ട് ജമാഅത്തുക്ക് വേണ്ടി വിളിക്കുമ്പോത്തുകോ ഒരു പള്ളിക്കും ജമാഅത്തുക്ക് വേണ്ടി പെണ്ണുങ്ങ പറഞ്ഞോണ്ടില്ല ആണുങ്ങൾക്ക് ചിലപ്പോൾ ജമാഅത്ത് കഡായമാണ് അഥവാ ചിലപ്പോൾ ജമാഅത്ത് പ്രധാനപ്പെട്ട സുന്നത്താണ് ആ ജമാഅത്തുക്ക് കൂടിയില്ലെങ്കിൽ കറാഹത്ത് പണ്ട് അതേ സമയത്തിൽ ഒരു പെണ്ണൊരൊട്ടിക ജമാഅത്തുക്ക് പോണു പരിശുദ്ധ ഇസ്ലാം ചൊന്നില്ലല്ലേ ഒരു പെണ്ണൊരൊട്ടിക മീത്ത് പള്ളിക ജമാഅത്തുക്ക് ബാങ്ക് കൊടുക്കുമ്പോ ഓടി പോണോണ്ട് ചൊന്നിട്ടിന്നെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് പാല് കുടിക്കിற കിടാവ് മീ തിന്നിട്ടിന്നെങ്കിലാ അഥവാ രോഗിയായ പിന്നെ ഒരാള് വയസ്സായ ഉമ്മയുടെ മീത്ത് നോക്കണമെന്നിട്ടിന്നെങ്കിലാ അഥവാ പെണ്ണുക അതൊന്നും ഇല്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ പോലും ചിലപ്പോ അതാ ഉളുക പള്ളിക പറഞ്ഞു ആവാത്ത കനകത്തെ ശാരീരികമായ എന്തെങ്കിലും ഒരു കാരണങ്ങളും ഈ തുണ്ടായി പോയെങ്കിലാ എല്ലാ നാളും ജമാഅത്തുക്ക് ബണ്ട ഒരു പെണ്ണ് എല്ലാ നേരം ജമാഅത്തുക്ക് ബണ്ട പെണ്ണ് ആ പെണ്ണുക മീത്തതാ ഒരു വാരത്തിൽ നിങ്ങൾക്ക് പള്ളിക ബറാണ്ടാവാണ്ടിക്കുമ്പോഴത്തേക്കോ പലപ്പോഴും രഹസ്യമായിട്ടൊരു പെണ്ണുക മാത്രം അറിഞ്ഞിട്ട് കൊണായ കനകത്തെ കാര്യങ്ങള് ആ പള്ളിക ബണ്ട ചൊമ്മത്തെ ആളുമാർക്ക് കൊന്തായിട്ട് നാണക്കേടല്ലേ
ഇതൊന്നും പറയാത്ത നിലക്ക് ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് ഒരു ധക്കയും പറയാത്ത വിധത്തില് ഒരു പെണ്ണിക്ക് എത്ര മാറിയായിട്ട് പരിശുദ്ധ ഇസ്ലാം കൊടുക്കുന്ന മുസ്ലിമീങ്ങള് പെണ്ണുകഥ എല്ലാ ആണികൾക്കും സക്കാത്ത് നിർബന്ധമാവിടെ സന്ദർഭത്തിൽ പോലും ഫിത്ർ സക്കാത്ത് നിർബന്ധമാവിടെ കളികള് പെണ്ണുകൾക്ക് സ്വന്തമായി ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട ഒരാണ് മരിക്കുമ്പോത്തുകോ അവനുക്ക് ആവശ്യമുള്ള കഫന്റെ തുണി അവന്റെ സ്വത്തിൽ നിന്ന് ബാക്കി ഉള്ളതിലെടുക്കണോ ചൊല്ലുമ്പോത്തുകോ ഒരു പെണ്ണുകത് ചൊല്ലില്ല ഒരു പെണ്ണ് എത്ര പെത്തെങ്കിൽ പോലും എത്ര മക്കളെ പരിപാലിക്കിടകൻ ഉമ്മയാണെങ്കിൽ പോലും ഒരേ ഒരു കിടാവ് ചെലവ് കൊടുക്കുന്ന ജവാബ്ദാരി പെണ്ണുകില്ല അതെല്ലാം ആണിങ്ങാണ് പെണ്ണുങ്ങള് പെണ്ണുക പരിശുദ്ധ ഇസ്ലാം വലിയ സ്ഥാനമാണ് കൊടുത്തു എന്തൊക്കെ കൊണ്ടുണ്ട പെണ്ണുങ്ങള് ഒരു സമുദായത്തെ സൃഷ്ടിയാക്കണുകോ ഒരു സമുദായത്തെ നല്ല തെരുക്കു കൊണ്ടുപോണുകോ ഒരു സമുദായത്തിന് നല്ല മാർഗദർശനം കൊടുക്കണു അവിടെ എനിക്ക് വ്യവസ്ഥ പെണ്ണുങ്ങളെ ഭാഗത്തിലാ അതുകൊണ്ടല്ലേ ಹೆಣ್ಣೊಂದು ಕಲಿತರೆ ಶಾಲೆಯೊಂದು ತೆರೆದಂತೆ ചൊന്നേ നാ ചൊന്നോണ്ട് വന്ന ഈമാനുള്ള മുസ്ലിമീങ്ങള് പരിശുദ്ധമായ ദീനയുടെ എല്ലാ കാര്യങ്ങൾ പഠിക്കണകുള്ള വ്യവസ്ഥ ഞങ്ങൾക്ക് ഇന്നിട്ട് പോലും ഞങ്ങൾക്ക് സൗകര്യം ഇന്നിട്ട് പോലും ഞങ്ങളുടെ യുവത്വമായ യുവതലമുറ നല്ല ബാച്ചുലറായ ബാലകാരമാരും ബാലകർത്തിമാര് പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തിൽ നിന്നിട്ട് വ്യതിചലന ഉണ്ടായി പോണുക കാരണം എന്തരേ ഈമാന്റെ പ്രകാശം ഇത് കൽബിൽ നിന്നിട്ടില്ലെങ്കിൽ അല്ലാഹ് ഖുർആനിൽ എത്ര ജാഗിൽ വിളിച്ചു ചൊല്ലോടോ യാ അയ്യുഹല്ലദീന ആമനൂ ഈമാനുള്ള മുഅ്മിനീങ്ങളെ ഖുർആന്റെ സന്ദേശത്തെ എല്ലാ ആളുമാരും ഒരുപോലെ ഒരുമിച്ച് കൂട്ടണുകാവില്ല ഖുർആന്റെ സന്ദേശത്തെ എല്ലാ ആളുമാർക്കും എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കണുകാവില്ല പരിശുദ്ധ ഖുർആന് പോലും ഇത്ര നല്ല ഓതര വ്യവസ്ഥ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലും അവിടുത്തെ സ്വഹാബത്തും ആക്കി തന്നിട്ടിക്കുമ്പോത്തുകോ നിന്റെ ഈമാനുള്ളങ്ങള് ആ ഖുർആന് ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഇല്ലാത്ത സമയത്തില് സ്വഹാബത്തിൽ പല ആളുമാരും ഹാഫിദീങ്ങളായിട്ടിന്നാറ് അല്ലാഹുവിന്റെ റസൂലുക പോലും ഒരു ആയത്തിനെ ഉറക്ക കേട്ടെങ്കില് ജിബ്രീൽ എത്ര വലിയ ആയത്തിനെ ഓതിട്ട് നിബിതങ്ങളെ മുന്നിൽ കൊടുത്തെങ്കിൽ പോലും അല്ലാഹുവിന്റെ റസൂലുക പിന്നെ ഒരു കതിരെ ബദലേ തെച്ച് ബൈഹാട്ടാക്കണ്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് പിന്നെ ഒരു ബദലേ ജിബ്രീലിനു പാട്ട് ഓതി തന്നെ ആയത്ത് മറന്നിറാ കേട്ടിട്ട് ബദലെ അല്ലാഹുവിന്റെ റസൂല് ഓതി കൊടുക്കണ്ട അല്ലാഹുവിന്റെ ഖുർആനാണ് സാക്ഷിയത് സബ്ബിഹിസ്മ റബ്ബിക്കൽ അലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ വല്ലദീ അഖ്റജൽ മർആ ഫജഅലഹു ഗുസാഅൻ നഹ്വാ സനുഖ്രിഉക ഫലാ തൻസാ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ചൊല്ലോടോ സനുഖ്രിഉക ഫലാ തൻസാ നബി അല്ലാഹുവിന്റെ റസൂലുക ജിബ്രീൽ ഒരു ഓതി തന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂലുക ജിബ്രീൽ ഒരു വട്ട ഓതി തന്നെങ്കിൽ പിന്നെ ഒരു കാലത്തും അത് മറക്കില്ല നബിയേ ആ നബി തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിലാക്കി ഓതിട്ടെന്തു ദയിക്കണ്ട അല്ലാഹുവിന്റെ റസൂൽ ഹയാത്ത് കാലത്തിലെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ഗ്രന്ഥരൂപത്തിൽ ഇല്ലാണ്ടിക്കുമ്പോത്തുകോ ഒന്നാമത്തെ ഖലീഫയായ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയ സമയത്തില് പരിശുദ്ധമായ ദീനക നേതൃത്വം കൊടുക്കണുള്ള അധികാരം ഏറ്റെടുത്തിട്ട് അധികാരം നടത്തുമ്പോത്തുകോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ വന്നു ചൊല്ലോടോ ഓ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഖുർആൻ ബൈഹാട്ടാക്കിയിട്ടുള്ള കൻകത്തെ ഹാഫിലീങ്ങളായ ഒരുപാട് സ്വഹാബത്ത് വഫാത്തായി പോയാറ് ഹാഫിലീങ്ങളായ ഒരുപാട് സ്വഹാബത്ത് ഷഹീദായി പോയിടാറ് അല്ലാഹുവിന്റെ ഖുർആൻ ബൈഹാട്ടുള്ള കൻകത്തെ 100 കണക്കില് 200 കണക്കില് 700ഓളം ഹാഫിലീങ്ങള് യമാമാച്ചുള്ള യുദ്ധത്തിൽ ഷഹീദായി പോയ സമയത്തിൽ ഇങ്ങനെ ഖുർആൻ ബൈഹാട്ടുള്ള ആളുമാർ നീത്ത് മരണപ്പെട്ടു പോയെങ്കിൽ ഈ സമുദായത്തിക്ക് ഈ സമൂഹത്തിക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരേക്കും ആ ഖുർആന്റെ സന്ദേശത്തെ നിലനിർത്തി കൊടുക്കണോ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ജവാബ്ദാരി ഉണ്ട് അബൂബക്കർ തങ്ങള് പരിശുദ്ധ ഖുർആന്റെ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കണമെങ്കിൽ നിങ്ങൾ ഓർഡർ കൊടുക്കണോ ചൊന്നോട്ടോ അവസാനം
സുദീർഘമായ ഹദീസാണ്, നാം വിശദീകരിക്കില്ല. അവസാനം സെയ്ദ് റളിയല്ലാഹു അൻഹു ചൊല്ല ഒരു സ്വഹാബിനെ ഏൽപ്പിക്കുമ്പോൾ ആ സ്വഹാബി ചൊല്ലുടെ പലക കൊന്തുണ്ട ഒരു പർവ്വതമീത്ത് ചുമക്കണു ചൊന്നെങ്കില്, ഒരു പർവ്വതമീത്ത് നിങ്ങൾ പൊറുക്കണു ചൊന്നെങ്കിൽ പോലും ഇതിനെ കാടനക്ക് പേടിയാവാലാന്തേ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പല ആളുമാർക്കും ബൈഹാട്ടുണ്ടോ, അങ്ങനെ എല്ലാവരുടെ പോയിട്ട് ഖുർആന്റെ ആയത്തിനെ ഒരുമിച്ച് കൂട്ടണോ. ചിലപ്പോൾ കല്ലിൽ എഴുതി വെച്ചതുണ്ടോ, ചിലപ്പോൾ മതിലിൽ എഴുതി വെച്ചതുണ്ടോ, ചിലപ്പോൾ ഈത്തപ്പഴത്തെ ഓല മടലിൽ എഴുതി വെച്ചതുണ്ടോ. അത് എല്ലാത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ഗ്രന്ഥ രൂപത്തിലാക്കണോ ചൊല്ലുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലോടോ, തന്റെ കൊണ്ട് സാധ്യമാവാ ഇതിനെ കാണാ ഒരു പർവ്വതത്തെ പൊറുക്കണോ ചൊന്നെങ്കിൽ പോലും നക്ക് പേടിയാവാലാണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു ചൊല്ലുമ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ ചൊല്ലുടെ ഒരു പലകവുണ്ടോ, ഇന്നക അന്തശാബ് സയ്യിദേ നിങ്ങൾക്കത് സാധ്യമാവിടൂ, നിങ്ങളെ കൊണ്ടത് സാധ്യമാവിടൂ. എന്റെ കാരണ കൊണ്ടുണ്ടാ നിങ്ങൾ നല്ല ഒരു ബാലക്കാരണ, നല്ല ഒരു യങ് മെൻ. അതായത് പരിശുദ്ധ ഇസ്ലാമിന്റെ ശക്തിയാണ് യുവത്വം. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശത്തെ ലോകത്തിലെ നിലനിർത്തുന്ന ഏറ്റവും കഴിവുള്ള കണികത വിഭാഗമാണ് ഒരു യുവനിര, യുവ സാന്നിധ്യ, യങ് മെൻസ്. ദാനിന്റെ പല ജാഗിലും യങ് മെൻസ് അസോസിയേഷന്റെ ആൾമാർക്ക് ആ റായത്തിലുള്ള പല ആൾമാരും പ്രോത്സാഹം കൊടുത്തിട്ടു അള്ളാഹുടെ ദീനക്ക് സഹകാരമായിട്ട് ഉപകാരിക്കട കണിക്കത കാര്യങ്ങളാക്കണകോ. അങ്ങ് ഒരു എനർജി ആയിട്ട് നിൽക്കട സമുദായം, ഓരോ റായവും പല ആലിമീങ്ങളും. എന്റെ കാരണം ഇസ്ലാമിന്റെ ശക്തി, അങ്ങ് ഇസ്ലാമിന്റെ ആവേശമായിട്ട് സെയ്ദ് റളിയല്ലാഹു അൻഹുടെ ഖുർആൻ ഓർമ്മിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് സാധ്യമാക്കിയൊക്കെ പറ്റും. നിങ്ങൾക്ക് സാധ്യ അവിടെ നിങ്ങൾ ബാലക്കാരാണ്. അത് അള്ളാഹുടെ റസൂൽ പോലും ചെന്ന അള്ളാഹുവേ ഒരു ബാലകാരനായ ഉമർ അയാളുടെ മുസ്ലിമാക്കിയിട്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം, പരിശുദ്ധ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണം. പക്ഷെ ദുരദൃഷ്ട എന്തിനെ കൊണ്ടുണ്ട് ഞങ്ങളുടെ സമുദായത്തിൽ പരിശുദ്ധമായ ദീനക ശക്തിയായിട്ട് നിക്കുണായ കനികത ഒരു സമൂഹം പരിശുദ്ധ ഇസ്ലാമിന്റെ പേര് നശിപ്പിക്കുന്ന രൂപത്തില്, ഇസ്ലാമിന്റെ ആദർശത്തെ നശിപ്പിക്കുന്ന രൂപത്തില്, ഈമാനുള്ള ആളുമാർ തലതഗ്ഗുപാട്ട രൂപത്തില് പല പ്രവർത്തനങ്ങളും അങ്ങനെ ഭാഗത്തില് പണ്ട്. സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള സമയ ശൈശവ കാല കഴിഞ്ഞിട്ട് ആ മക്കൾക്ക് നല്ല ആരോഗ്യം വന്നിട്ട് ബാലകാരനായി നിൽക്കുമ്പോ പിന്നെ ഒരാളെ ആശ്രയിക്കാണ്ട് ഏത് കാര്യമാക്കണമില്ല പക്വതക വന്നിട്ടാകുമ്പോ അതാ നിന്റെ ശരീരത്തിൽ പല ബദലാവനങ്ങൾ വരുമ്പോ ആ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാവിടെ ഹാർമോന്റെ ബദലാവണ കൊണ്ടിട്ടുണ്ട് മനസ്സുക മീത്ത് വേണ്ടാത്ത ബിയാറ വന്നു പോവാ ചൊന്നോട്ടു, അഥവാ പെണ്ണിന്റെ ഭാഗത്ത് ആകർഷണ വന്നു പോവാ ചൊന്നോട്ടു. പരിശുദ്ധ ഇസ്ലാം നിക്കാഹ് ചൊല്ല പവിത്രമായ ബന്ധത്തെ പോലും സുന്നത്താക്കി തണ്ട്. നല്ല യുവത്വമുള്ള സമയത്തില്, ബാലകാരനായിട്ടുള്ള സമയത്തില്, നിന്റെ ആരോഗ്യം നല്ല നിന്റെ ടിക്കര സമയത്തില് ഇസ്ലാമിന്റെ ആദർശത്തിന് എതിരാവിടെ പ്രവൃത്തി നിന്റെ ഭാഗത്തിൽ വന്നു പോവാ ചൊന്നിട്ടോ, നിന്റെ ഈമാനെ നശിപ്പിക്കട ഏതെങ്കിലും ഒരു വിഷയം വന്നു പോവാ ചൊന്നിട്ടോ, നിന്റെ മനസ്സ് വേണ്ടാത്ത ഭാഗത്ത് ആകർഷിക്കാണ്ടിക്കണോ. അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുടെ സ്വഹാബാ, മങ്ങിലാവിടെ വയസ്സായ ബാലകാരനായ സ്വഹാബി ഒരു പെണ്ണുക ആവശ്യമുള്ള ശാരീരികവും സാമ്പത്തികവുമായിട്ട് ആ പെണ്ണിടെ എല്ലാ ആവശ്യകത നിറവേറ്റണമുള്ള പക്വത ഗതിയെങ്കില് അവണോ മങ്ങിലാവനു സ്വഹാബ. തന്റെ ഈമാനുള്ള സുന്നത്തുകാരുടെ പരിസരത്തിലുള്ള ആണിങ്ങലട്ടികം പെണ്ണിങ്ങലട്ടികന്നാണ് കേക്കട്ട. ഏത് നിക്കാഹയുടെ സദസ്സുക്ക് പോയെങ്കില്, ഏത് മങ്ങിലത്തെ ഒരു കായത്ത് നടക്കുന്ന സദസ്സുക്ക് നിങ്ങൾ പോയപ്പാ അവിടെ നിക്കാഹ് അവിടെ മുന്നൊരു ഖതീബ് ഖുതുബ ഓതുമ്പോ ഓതിര ഒരു ഹദീസ് എല്ലാവർക്കും മനപ്പാടമാണ്. അന്നിക്കാഹു സുന്നത്തി, നിക്കാഹു ചൊല്ലത് അല്ലാഹുവിന്റെ റസൂലിന്റെ നടപടിയാണ്. നിക്കാഹ് അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താണ്.
എത്ര വലിയ മഹത്വമുള്ള സുന്നത്ത് കൊണ്ടുണ്ട് ഈമാനുള്ളങ്ങള്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു തഹജ്ജുദ് പോലും വിടാത്ത ആള് മാറില്ലേ? പരിശുദ്ധ റമദാന്റെ ഒരൊറ്റ തറാവീഹ് പോലും ജീവിതത്തിൽ അവനുക്ക് ബുദ്ധി വന്നാൽ പിന്നെ ഒഴിവാക്കാതെ ബാലക്കാറ് മാറില്ലേ? ഒരേ ഒരു വിത്തറും ദുഹായും നഷ്ടപ്പെടുത്താത്ത ആള് മാറില്ലേ? എത്രമാ സുന്നത്ത് നോമ്പ് നോക്കിയ ആള് മാറില്ലേ? സുന്നത്തായ ഉംറ ചെയ്യേണ്ട ആള് മാറില്ലേ? പല മഹാന്മാരെ സിയാറത്താക്കേണ്ട ആള് മാറില്ലേ? എത്ര ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങൾ എടുത്തിട്ട് പോലും ഒരാളും കൊന്താവാത്ത രൂപത്തിലുള്ളേ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായ എത്രമാ കർമ്മങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അളവടിച്ച ആളുമാറാണ് ഞങ്ങൾ. പക്ഷേ ജീവിതത്തിൽ എല്ലാവർക്കും കൊന്താക്കിയിട്ട് 100 കണക്കിലുള്ള ആളുമാരെ സാക്ഷി നിപ്പാട്ടിട്ട് 1000 കണക്കിലുള്ള ആളുമാർക്ക് ദഅവത്ത് കൊടുത്തിട്ടു ഇടീ റായത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ലാക്ക് കണക്കിലുള്ള പൈസത്തെ ചെലവാക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്തിലെ ജീവിതത്തിൽ ഒരാൾ ചെയ്യണമെങ്കിൽ ആ സുന്നത്ത് നിക്കാഹാണ്. ബാക്കിയുള്ള സുന്നത്തിനെ പോലെയല്ല പിരിസത്തെ ബാലക്കാരാ. എത്ര പോരിശയുള്ള സുന്നത്ത് കൊണ്ടുള്ള നിക്കാഹ് ചൊല്ലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രഗൽഭരായ സ്വഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എത്ര വലിയ സ്ഥാനമുള്ള സ്വഹാബി കൊണ്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. എത്ര വലിയ മഹാനാൻ. ഒരു കഥ കിടന്നിട്ട് ഇങ്ങനെ ഉറങ്ങിട്ടിക്കറുള്ള അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. മെലിഞ്ഞ ശരീരമാണ്, മെലിഞ്ഞിട്ടതാ ഈങ്കില് പോലാണ്ട് ഞങ്ങൾ ചിലപ്പോൾ ചൊല്ലുള്ളേ, ചിലപ്പോൾ സപൂറത്താളതാണ് ഈങ്കില് കണിക്ക ഉള്ളാണ്ട് തസ്ബീഹാക്കി ചൊല്ലുള്ളേ. അതുപോലെ മെലിഞ്ഞ മനുഷ്യനാണ് പ്രഗൽഭനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആ സ്വഹാബി ഇങ്ങനെ കിടന്നിട്ടിക്കിട്, ഒല്ലിങ്ങനെ പയച്ച് കിടന്നിട്ടിക്കിട്, കാല മുട്ടുവരേക്കും ഒല്ലിങ്ങനെ നീങ്ങിട്ട് മേലായിട്ടിക്കിട്. ചില സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നടന്നോട്ട് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ കാല് കണ്ടിട്ട് ചൊല്ലൂടെ, പടച്ചോനെ ഈ കാല് കൊണ്ട് എങ്ങനെ ജീവന നടത്തര അല്ലാഹ്. മെലിഞ്ഞിട്ട് ഒൻറ്റ കണക്ക് മെലിഞ്ഞ ഈങ്കല് പോലെയുള്ള കാല് കണ്ടിട്ട് സ്വഹാബിങ്ങ ചൊല്ല ഈ കാലുള്ള മനുഷ്യ എങ്ങനെ നെയ്പ്പുക പോവൂ, എങ്ങനെ ജീവന നടത്തൂ, എങ്ങനെ ഒരു കുടുംബത്തെ നോക്കൂ. ഇങ്ങനെ കാല കണ്ട് സ്വഹാബത്ത് ചൊല്ലുമ്പോ തോകൂ ഒല്ലി മുസ്കിട്ടിട്ട് കിടന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആറുണ്ട് ഗൊന്താവാണ്ടി ഈ കാല് കണ്ട് സ്വഹാബത്ത് ചൊല്ലുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലോടോ, സ്വഹാബ ആരെ കാല് കൊന്തുണ്ടാത്, അതാരെ കാല് കൊന്തുണ്ട സ്വഹാബ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുടെ കാലാണ്. ഈ കാല സപൂറത്തോറവും നിങ്ങൾ നോക്കണ്ട. ഈ കാലുമീത്ത്, ഈ ഒരു കാലുമീത്ത് നാളെ അല്ലാഹുടെ തിറാസിൽ വെച്ച് തൂക്കെങ്കില് മദീനത്തിൽ കിലോമീറ്ററുകളോളം നീണ്ടു നിന്റെ ഉഹുദ് പർവ്വതമുണ്ടല്ലേ, ഉഹുദ് പർവ്വതത്തെ കാനയാറ ദിന്നമാണ്. അത്ര പവറുള്ള മനുഷ്യന്റെ കാലാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ചൊല്ലുടോ, തന്റെ ജീവനത്തില് അള്ളണക്ക് കണക്കാക്കി ആയുസ്സില് കാലി 10 നാള് മീത്ത് ബാക്കിയായി തേണ്ട് ബിയരിക്കോറോ നാണ് മരിക്കണു കേവല 10 നാള് മീത്ത് ബാക്കി ഉണ്ടേണ്ട് കണ്ടെങ്കില് ആ 10 നാളെ ഇടക്ക് നാണൊരു നിക്കാഹ് ആവ. സുബ്ഹാനല്ലാഹ്. 10 നാള് ജീവിക്കുന്ന ആളുകൾ പിന്നെ എന്തുകൊറു മങ്ങിലാവണോ, പിന്നെ ഒരു ദാമ്പത്യ ജീവനത്തെ സുഖനുഭവിക്കണുകൊണ്ട, പിന്നൊരു കുടുംബ ജീവനം നടത്തുന്നുകൊല്ല സമയമുണ്ടാ. അതല്ല 10 നാള് ബാക്കിയാവത്തുകു ഖുർആന്റെ ഖതമ് തീർക്കടാണ്ട് ചൊന്നതല്ല, പള്ളിയിലെ ഇത്തികാഫ് ദയിക്കരാണ്ട് ചൊന്നതല്ല, 10 നാളും നാണ് നോമ്പ് പിടിക്കരാണ്ട് ചൊന്നതല്ല, 10 ജാബും ഉറങ്ങാണ്ട് ഖുർആൻ ഓതി തഹജ്ജുദിലു നാണ് പുൽപുട്ട് ദുവരക്കടാണ്ട് ചൊന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായ നിക്കാഹിടെ നാണ് ഒഴിവാക്കാല. 10 നാള് നിന്റെ ആയുസ്സുല ബാക്കിയെന്നെങ്കിൽ പോലും നിക്കാഹിടെ നാണ് കൈവിടാല ചൊന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അത്തരക്കും പോരിശയേറിയ സുന്നത്തായ നിക്കാഹുണ്ടല്ലേ, എന്റെ പേരും ആർഭാടമായോണ്ടുണ്ടല്ലേ പ്രീസ് മുസ്ലിമീങ്ങള്. ഏത് ജാഗില് പോയെങ്കിലും സുബ്ഹാനല്ലാഹ് ഒരു നിക്കാഹ് ചൊല്ല ഒരു സുന്നത്ത് നടക്കുമ്പോ തുകോ എന്തെല്ലാം ആചാരങ്ങളാണ്, ഹറാമുകളാണ്. സുബ്ഹാനല്ലാഹ്. പാതിര ജാബുകു താളത്തെ പേരുകൾ പോയിട്ട് എത്രമാ ബാലകാരന്മാരെ 5 കാറിൽ പോയിട്ട്
പാതിര ജാവുക എവിടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട മാർഗത്തിൽ വെയ്ക്കലില്ലാത്ത ജാഗയിൽ നിന്നിട്ട് എല്ലാ കാര ഡോറ് തുറന്ന് വെച്ചിട്ട് ജോറ് പാട്ട് വെച്ചിട്ട് പാതിര ജാവുക തുള്ളുടെ എത്ര പിരിസത്തെ ചങ്ങായിമാറുണ്ടോ അത് കണ്ടിട്ട് പിറ്റാട് വീഡിയോ ആക്കിയിട്ട് ഏതെങ്കിലും ഒരാൾ ഷെയർ ആക്കി കടത്തുമ്പോത്തുകോ അതിനെ ഷെയർ ആക്കിയിട്ട് ഏതെങ്കിലും ഒരു ഫാമിലിയുടെ ഗ്രൂപ്പ് വന്നിട്ടാകുമ്പോത്തുകോ ഒരു ബേജാറും ഈ പാതിര ജാവുകോ എത്തരമാ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ എത്തരമാ ആലിമീങ്ങൾ എത്തരമാ പോരിശയുള്ള മനുഷ്യന്മാർ അള്ളാന്റെ ഒട്ടിക തഹജ്ജുദ് നിസ്കരിച്ച് ഉൾപ്പെട്ടിട്ട് ഖുർആൻ ഓതിര ടൈമിലോ അള്ളാന്റെ പേടിച്ചിട്ട് ദുവറക്കിற ടൈമിലോ പാതിര ജാവുകഞ്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്തില് ഞങ്ങളെ സമുദായ വേണ്ടാത്ത ഒരു തരത്തില് ഹറാമായ മോശമായ തരത്തില് പല ആളുമാർക്കും എടങ്ങീരാവിടെ രൂപത്തില് ഈ സമുദായം തനതകപാട്ട രൂപത്തില് പാതിര ജാവുകത ഡാൻസ് ആക്കിക്കൊണ്ടുണ്ടോ ചൊല്ലെ ബേജാറ് മനസ്സുക ബറാട്ട് അതിനെ പലപ്പോലും സ്റ്റേറ്റസിലെ ബൈക്കിലെ പെങ്ങള് സ്വന്തം മക്ക ഇങ്ങനത്തെതിരെ പിറകെ പോണ്ടോ ചൊന്നു കൊന്തിന്നിട്ട് ആ മക്കൾക്ക് ഉപദേശ ചൊല്ലതിരെ ബദലക അതിനെ കണ്ടിട്ട് റസിക്കടെ ഉമ്മമാര് മക്ക തിന്മക്ക് പോകുമ്പോത്തുകോ മക്ക തെറു തപ്പി പോകുമ്പോത്തുകോ ഇസ്ലാമുടെ ആദർശങ്ങളെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമ്പോത്തുകോ അതിനെ കണ്ടിട്ട് ഇപ്പത്തെ ബാലകാരന്മാരല്ലേ ഉസ്താദ് അങ്ങൊരു കൊശിയല്ലേ സന്തോളത്തെ നാളല്ലേ ചൊന്നിട്ടു അങ്ങകഥാ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് പെർമിഷൻ കൊടുത്തു സപ്പോർട്ടാക്കടെ ബാപ്പ നാളെ അല്ലാഹുടെ മഅ്ശറത്തിൽ ആ മക്കൾ നിന്റെ വിരുദ്ധമായി ചൊല്ലൂടെ നീ 5 വഖത്ത് നിസ്കരിച്ച ആളാണെങ്കിൽ പോലും നീന്റെ ജീവിതത്തിൽ എത്രമാ ഖതമ തീർത്ത ആളാണെങ്കിൽ പോലും നീനത് അല്ലാഹുടെ പേടിച്ച് ജീവിച്ച ഒരു മുഅ്മിനാണെങ്കിൽ പോലും നിന്റെ മക്ക നാളെ അല്ലാഹുടെ മഅ്ശറത്തിൽ ചൊല്ലൂടെ റബ്ബനാ ആതിഹിം ളിഅഫൈന അദാബാ റബ്ബനാ ആതിഹിം ളിഅഫൈന അദാബാ അങ്ങക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ നിന്റെ ബാപ്പയാണ് നാണ് ബടക്കാവണു കാരണ നിന്റെ ഉമ്മയാണ് നാണ് ബടക്കാവണു കാരണ നാണീ ഹറാമാക്കണുള്ള കാരണ നിന്റെ ബാപ്പയാണ് എല്ലാ തമ്മാടിത്തരമാക്കിയ രായത്തെ പല മുഅ്മിനീങ്ങൾ നിന്റെ ശപിക്കണുകോ നക്ക് ശാപ ബൈക്കണു കാരണമായത് നിന്റെ ഉമ്മയാണ് അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളിഅഫൈന അദാബാ അങ്ങക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ നല്ല നിസ്കരിച്ച ബാപ്പമാര് നല്ല ഖുർആൻ ഓതിയ ഉമ്മമാര് ആലിമീങ്ങളെ ബഹുമാനിച്ച ഉമ്മമാര് ഒരേ ഒരു വഅദിന്റെ മജ്ലിസ് നഷ്ടപ്പെടുത്താത്ത ഉമ്മമാർ ഉമ്മാനികളെ മക്കയിന്റെ സമുദായത്തിലെ ബടക്കത്തരത്തിലുണ്ടോ നിങ്ങളെ മക്കയിന്റെ ഗാഞ്ചത്തെ വ്യസനികളായിടാറ് നിങ്ങളെ മക്കളിന്റെ വേണ്ടാത്ത ഹറാമുടെ പിറകെ പോയോണ്ടുള്ളാറ് നിങ്ങളെ മക്കയിന്റെ ഹുക്ക അതല്ലെങ്കിൽ എന്ത് പേര് ചൊന്നിട്ട് പലതും പളിച്ചോണ്ടുള്ളാറ് നിങ്ങളെ മക്ക വ്യഭിചാരത്തെ പിറകെയാണ് പലപ്പോഴും ഈ സമുദായത്തൊക്കെ വന്ന് പിന്നൊരു ദുരന്ത കൊന്തുണ്ട ബാലക്കാരാ ഈമാനുള്ള ബാപ്പമാര് ഒരു പെണ്ണുക്ക് പോണാറ് ഒരു ശാപത്തുകോ ഒരു പെണ്ണ് ഹൈസ്കൂളുക്ക് പോകുമ്പോത്തുകോ ആ പെണ്ണുടെ നിക്കാഹയുടെ ബഗ കിണാവ് കാണ്ട ബാപ്പ ആ പെണ്ണുക്ക് മങ്ങിലാക്കൊണല്ലേ ചുള്ള ജവാബ്ദാരി തലയിൽ വെച്ചിട്ട് അധ്വാനിക്കര ബാപ്പ നിങ്ങളെ ആണുമക്കളുടെ 25 26 30 വർഷമായിട്ട് പോലും അങ്ങനെ നിക്കാഹയുടെ ബഗ നിങ്ങൾ ചിന്തനാക്കില്ല ഇതുകൊണ്ട് പല ബാലകാരന്മാരും വ്യതിചരണമുണ്ടാവണു കാരണമായിട് ഇതുകൊണ്ട് പല ബാലകാരന്മാരും ഹറാമുടെ പിറകെ പോണു കാരണമായിട് ഇതുകൊണ്ട് പല ബാലകാരന്മാര് വ്യഭിചാരത്തെ കഥ തട്ടണു കാരണമായിട് ആ ബാലകാരന്മാരെ നാല് അല്ലാഹുടെ മഅ്ശറത്തിൽ ചൊല്ലോടെ പടച്ചോടെ പ്രായപൂർത്തിയായിട്ടൊരു പെണ്ണിന്റെ ആവശ്യകത നിന്റെ ജീവിതത്തിൽ പറമ്പത്തോകൂ അതൊക്കെ തടയായത് നിന്റെ ബാപ്പയാണ് അതുകൊണ്ട് നാളെ എന്ത് ഹറാമാക്കിര എന്ത് വ്യഭിചാരം നിന്റെ ഭാഗത്തിൽ വന്നു പോയിരാ ഇതെല്ലാത്തും കാരണക്കാരന് നിന്റെ ജന്മത്തുക കാരണമായ ബാപ്പയാ എത്ര ബാപ്പമാരുണ്ട് ഉസ്താദേ നിന്റെ പെണ്ണൊന്നും ബാലൊന്നും കഴിഞ്ഞിട്ട് പറക്കണം നല്ലൊരു പൊതു കിട്ടുകൂ പെണ്ണെന്താക്കിയുണ്ടല്ലോ ബയസത്തിലെ ഇപ്പൊ പോണേലോട് സായത്തിലെ ഉസ്താദ് കാനൂനുണ്ടല്ലേ പണ്ടൊരു സമയനാക്കാൻ പോന്നിട്ട് പൂർത്തിയായ സാത്ത് ആക്കുന്നുണ്ട് ആശയുണ്ട് അതിന് ഡബിൾ ആയിരം മോണക്ക് 36 വയസ്സായിരം UAE ഉള്ള പാവ
2 ವರ್ಷಕ್ಕೆ ಅವನ ಕಾಲಿ ಪಿಸ್ತಮೇ ಬನ್ನಿ ಅವನಿಗೆಂದೂ ಇಲ್ಲ ಅವನ ಬಗ್ಗೆ ಹಬ್ಬ ಆಲೋಚನೆ ಹಾಕಿರ ಇಲ್ಲ ಅವನಿಗೂ ಮಂಗಿಲಾಕೊಂಡು ಆಲೋಚನೆ ಹಾಕಿರ ಎಂದೂ ಇಲ್ಲ ഉമ്മകായങ്കൊരു ബിയാര ಬಂದ್ರ ನನ್ನ മോണു എപ്പമാ കൊണിന്ത് ഇപ്പൊ 30 വർഷം കഴിഞ്ഞിട്ട് ഇപ്പ ഉമ്മകും ബിയാര വന്നിട്ടേ എന്തേ ഉമ്മകും പേടി അപ്പകും പേടി അവನು ಮಂಗಿലാക്കെങ്കിൽ പിന്നെ അവലെ പേരക്കെങ്കിൽ പിന്നെ ഈ മോളിൽ എങ്ങനെ ഭർത്താക്കലേ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ ഉണ്ട് ഉമ്മ ഇങ്ങനെ ഉണ്ട് ബാപ്പ ഒരു ആലോചന وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين എത്ര സൂക്ഷ്മമായ ജീവിയാണെങ്കിലും അതിലെ റിസ്ഖും അതിലെ എല്ലാം കണക്കാക്കിയത് അല്ലാഹുവാണ് കണ്ണുക കാണാത്ത സൂക്ഷ്മാണു ജീവിയായ അമീബ പോലത്തതാണെങ്കിൽ അതിനെ പടച്ചിരയും അതിനെ നിയന്ത്രിക്കടയും അല്ലാഹുവാണ് അതുകൊണ്ടല്ല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ചൊന്ന ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു വെറും അല്ലാഹുണ്ടല്ലേ ചൊന്നെ വെറും അല്ലാഹുണ്ടല്ലേ ചൊന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കട അല്ലാഹു ഈ ലോകത്തുള്ള എല്ലാത്തെയും പരിപാലിക്കടെ അല്ലാഹു ചൊല്ല വിശ്വാസ ഖാലിക്കും റാസിഖും അല്ലാഹു ചൊല്ലുമ്പോ പിന്നെ എങ്ങനെ എൻ്റെ പെണ്ണുമക്കളെ 4 ബാൽപാട്ടുമ്പോ കഷ്ടായി പോയിരു ചൊന്നിട്ട് മോന്റെ ആൺമോന്റെ മങ്ങിലാവണക്ക് ബുടാണ്ട് തടഞ്ഞു വെച്ച് യഖീനിന്നെങ്കിൽ ഈമാനിന്നെങ്കിൽ അങ്ങനെ ഒരു ഉമ്മ ഒരു ബാപ്പ ആക്കാല്ലേ മങ്ങിലാവടെ വയസ്സാകുമ്പോ ആണും പെണ്ണും ഒരുപോലെയല്ലേ നിങ്ങളെ പെണ്ണുകുറു പൊതുപറമ്പത്ത് വയസ്സെത്തര 18 വർഷത്തെ പെണ്ണ് വയസ്സ് ചെറുക്ക 26 അതെല്ലാം യാറായില്ലേ ബാബ ഒരു 22 23 കിട്ടാലേട്ട് കേക്കടെ ബാപ്പമാർ നിങ്ങളെ ഒത്തുരുള്ളാണെങ്കിൽ അതിനെ കാണാൻ ഒരു 8 വർഷം യാറായിരം ചൊല്ലുമ്പോ നിങ്ങൾ വിയറ വന്നില്ലേ അതെങ്കിലും ഓർക്കണ്ടേ അന്ത നാളെ നന്റെ മോണുകും പൊതുപറമ്പത്തുക അങ്ങനെ പെണ്ണിന്റെ വാട്ടി ഇങ്ങനെ ചൊല്ലു 33 വർഷം ആയിരൂല ബാബ ചെറുക്ക അത് വേണ്ട ഇന്നൊന്നെല്ലാം എളുത്ത് ചെറുക്ക കിട്ടാലേ നോക്കുക ചോരമ പലപ്പോഴും ഈ സമുദായത്തിൽ ഒരുപാട് ബാലകാരന്മാർക്ക് ഈ വിഷയത്തിൽ നൊമ്പലമുണ്ട് പക്ഷെ ചൊല്ലുണുകാവില്ല പല ആലിമ്യങ്ങളെ സമീപിച്ചു ചൊല്ലാർ ഉസ്താദെ മങ്ങിലാവണു ചൊല്ല മനസ്സുണ്ടു അതൊക്കെ വേണ്ടിയിട്ടാണ് സൗദിയുടെ രായത്തേക്ക് വന്നിട്ട് പക്ഷെ അബ്ബകുമ്മ ഗോപ്പികയല്ല ഞങ്ങളെ പുറത്തല്ലാണ്ട് നീ എന്ത് പേനാക്കോ ചൊല്ലാറ് സുബ്ഹാനല്ലാഹ് മങ്ങിലാവണുക്ക് ഭർത്തായ ബാലകാരട്ടിക്ക് നന്റെ പുറത്തല്ല നിന്റെ ഇഷ്ട കണിക്കാക്ക് നീ എന്ത് പേനങ്കാക്ക് നങ്ങയില്ല നിന്റെ മങ്ങിൽ സ്വന്തം ജന്മത്തിന് കാരണമായ ബാപ്പയും ഉമ്മയും സുബ്ഹാനല്ലാഹ് ഇതേ പലക നിക്കാഹാവണുകു തയ്യാറായ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലെ ജീവിതത്തിൽ അലവടിച്ചുണുകും അവന്റെ ചാരിത്രം സംരക്ഷിക്കണുകു ഒരു ഹറാമായ വിഷയ വ്യഭിചാര പോലോത്തതിന്റെ ഭാഗത്തിൽ ബറാണ്ടിക്കൊണുകു പവിത്രമായ നിക്കാഹ് ചൊല്ല വൈവാഹിക ജീവിതത്തിൽ കാലെടുത്ത് വെയ്ക്കണുകു ഭർത്തായ ഒരാളുക തന്റെ പുറത്തയില്ലാണ്ട് ചൊന്ന ഉമ്മ നാണ് നിന്റെ ഒട്ടികയില്ല എന്ത് വേണമെങ്കിൽ ആകേണ്ട ചൊന്ന ബാപ്പ പാതിരജാവുകു താളത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു മാർഗത്തിറങ്ങിൽ നിന്റെ ഡാൻസ് ആക്കുമ്പോത്തുകോ നിങ്ങളെ മോള് ബ്രൈഡ് ടു ബി ഗ്രൂം ടു ബി ചൊന്നിട്ടു അവളെ ചങ്ങായിമാരെ കൂട്ടിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പാർട്ടിയാക്കിട്ട് അവരത്ത് തുറന്നിട്ട് ഇടീ ദുനിയാവ് കാണ്ട രൂപത്തില് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കുമ്പോത്തുകുമ്മ നിന്റെ പുറത്തയില്ല ചൊന്നു മക്കളെ താക്കീതാക്കണുക ഇല്ല